ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. വൈകിട്ട് മഴ പെയ്തെങ്കിലും ഇതുവരെ 65,000-ഓളം ഭക്തർ ദർശനം നടത്തി. രാത്രി 11 മണിക്ക് നട അടയ്ക്കുന്നത് വരെ ഭക്തരുടെ ഒഴുക്ക് തുടരും. സന്നിധാനത്ത് നിന്ന് എം മനോജ് ചേരുന്നു. മനോജ്, സന്നിധാനത്ത് തിരക്കിന് ഒട്ടും ശമനമില്ല. ഇന്ന് 65,000 ഭക്തർ സന്നിധാനത്ത് ദർശനം നടത്തി എന്നുള്ളതാണല്ലോ കണക്ക്. വൈകിട്ട് അവിടെ മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായി. കൂടുതൽ വിവരങ്ങൾ മനോജ്. വിനോദ്, തീർച്ചയായും ഈ ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഇപ്പോൾ ഇതുവരെ 65,000-ഓളം ഭക്തജനങ്ങൾ ഇവിടെ എത്തി ദർശനം നടത്തിയതായാണ് കണക്കുകൾ. ഇന്ന് നട തുറന്ന് ഇന്നേ ദിവസം വരെ 8.5 ലക്ഷത്തോളം ഭക്തരാണ് ശബരിമലയിലേക്ക് എത്തിയിട്ടുള്ളത്. വൈകിട്ട് മഴയുണ്ടായിരുന്നു, എന്നാൽ മഴ പെയ്തപ്പോൾ പോലും ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തി എന്നുള്ളതാണ്. ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. ദീപാരാധന കഴിഞ്ഞ് ഇപ്പോൾ അഭിഷേകപ്രിയനായ അയ്യപ്പന് പുഷ്പാഭിഷേകം നടക്കുന്ന സമയമാണ്. ആ സമയം തന്നെ ഈ സന്നിധാനത്തൊക്കെ ഭക്തജനങ്ങൾ ഇങ്ങനെ അയ്യപ്പ ഭക്തർ ഇരുമുടിക്കെട്ടുമായി അങ്ങനെ കാത്തു നിൽക്കുകയാണ് അയ്യപ്പനെ ദർശിക്കുവാനായി. എന്തായാലും വലിയ തിരക്ക് തന്നെയാണ് ഓരോ ദിവസങ്ങളിലും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി ഭക്തജനങ്ങൾ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. ശരണമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് വ്രതം നോറ്റ് മാലയിട്ട് ഓരോ ഭക്തരും അയ്യനെ കാണുവാൻ വേണ്ടി അങ്ങനെ എത്തുകയാണ്. എന്തായാലും ഈ മണ്ഡലകാലം വളരെയധികം ഭക്തിസാന്ദ്രമായി തന്നെ പോകുകയാണ്. സന്നിധാനമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ അയ്യപ്പന്മാരും അങ്ങനെ അയ്യപ്പനെ കാണുവാൻ വേണ്ടി, അയ്യപ്പനെ ദർശിക്കുവാൻ വേണ്ടി ആ സോപാനത്തിനരികേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞു മാളികപ്പുറങ്ങളും കുഞ്ഞയ്യപ്പന്മാരും എല്ലാവരും ശരണമന്ത്രങ്ങൾ ഉരുവിട്ടങ്ങനെ കാത്തു നിൽക്കുകയാണ്. എന്തായാലും ഈ ഒരു സമയം അത് ദീപാരാധന 6:30-ക്കായിരുന്നു. 6:30-ക്ക് ദീപാരാധന കഴിഞ്ഞ ശേഷം പുഷ്പാഭിഷേകം നടക്കുന്നു. ഇനി അത്താഴ പൂജയ്ക്ക് ശേഷം 11 മണിയോടുകൂടി ഹരിവരാസനം പാടിയാണ് നട അടയ്ക്കുക. പുലർച്ചെ 3 മണിക്കാണ് നട തുറക്കുക. ഈ നട തുറക്കുമ്പോഴും നട അടയ്ക്കുമ്പോഴും ഒക്കെ സന്നിധാനത്ത് വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. മഴ പെയ്തതിൽ ഭക്തജനങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് എത്താൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും അതൊന്നും തന്നെ വകവയ്ക്കാതെ അയ്യനെ മാത്രം ഉള്ളിൽ നനച്ചുകൊണ്ട് ആ ഒരു ശരണമന്ത്രം ഉരുവിട്ടുകൊണ്ട് നിരവധി ഭക്തജനങ്ങൾ എത്തുകയാണ്. എന്തായാലും ഈ ഒരു ദൃശ്യങ്ങളിൽ കാണുന്നത് പൂക്കളുമായി 8 ഇനം പൂക്കളുമായി അഭിഷേകപ്രിയനായ അയ്യപ്പന് പുഷ്പാഭിഷേകം നടത്താനായി നിൽക്കുന്ന ഭക്തജനങ്ങളാണ്. അവരുടെ കൈകളിലൊക്കെ തന്നെ ആ കൂടകളിൽ പൂവ് നമുക്ക് കാണുവാൻ സാധിക്കും. എന്തായാലും അയ്യപ്പന് നെയ്യഭിഷേകവും അതോടൊപ്പം തന്നെ ഭസ്മാഭിഷേകവും കളഭാഭിഷേകവും ഒക്കെ പോലെ ഏറ്റവും പ്രിയപ്പെട്ടത് തന്നെയാണ് ഈ പുഷ്പാഭിഷേകം. അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങളൊക്കെ ആ ഒരു വഴിപാടിനായി ഇങ്ങനെ കാത്തു നിൽക്കുന്ന ദൃശ്യങ്ങളാണ്. സോപാനത്തിന് അരികെ മറുവശത്ത് നിരവധി ഭക്തജനങ്ങൾ ഇരുമുടിക്കെട്ടുമായി അയ്യപ്പനെ ദർശിക്കാൻ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഓരോ ദിവസം കഴിയും തോറും ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ, അതായത് 8.5 ലക്ഷത്തോളം ഭക്തജനങ്ങളാണ് കഴിഞ്ഞ നല്ല മഴ പെയ്യുന്നുണ്ടെങ്കിലും ഭക്തരുടെ ഒഴുക്കിന് കുറവില്ല. 65,000-ഓളം ഭക്തരാണ് ഇന്ന് ദർശനം നടത്തിയത്. ഇപ്പോൾ അവിടെ പുഷ്പാഭിഷേകത്തിൻ്റെ സമയമാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു സന്നിധാനത്ത് നിന്നും എം മനോജ്.